ഇങ്ങനെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലുന്തിയ പോലെയൊക്കെ നിൽക്കണം, കണ്ണിലൊക്കെ എന്തൊരു കഷ്ടമാണ്. പക്ഷെ ഇവരുടെ ഒരു ഫെർവൻസ് എന്ന് പറയണത് ഇങ്ങനെ താത്തിക്കെട്ടണ പോലെ അവർക്ക് തോന്നും. ഉടമ്പടി എടുത്തിട്ടും അവർക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണല്ലോ. പക്ഷെ ഇവർക്കുള്ളൊരു ഗുണം, ഇവർ ഇത്രയും വരുന്ന ഇങ്ങനെയൊക്കെ ദൈവത്തോട് പറയുന്നുണ്ടെങ്കിലും അവിടെ ഉടമ്പടി പ്രയോഗങ്ങളിൽ ഭയങ്കര സ്പിരിറ്റഡ് ആണ് അവർ. അതാണ് അതിൻ്റെ രസം. അവർ പത്രം കൊടുക്കുന്നതിലും അതുപോലെ തന്നെ ആതുര സേവനങ്ങൾ ചെയ്യുന്നതിലുമൊക്കെ ജനങ്ങളെ ഉടമ്പടിയെക്കുറിച്ച് പറയണതും അവരെ ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ കൃപാസനത്തിൽ എത്തണതും, ഇവർ ആ കാര്യങ്ങൾക്ക് ഇങ്ങനെ ദൈവത്തോട് അങ്കലാപ്പൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രവർത്തനത്തിൽ അവർ കുറച്ചുകൂടി മുമ്പത്തെക്കാളും മെച്ചമായി. അത് വസ്തുത നല്ല നടപടിക്രമമാണെന്ന് തോന്നുന്നത്. കാര്യം നമുക്ക് ഫലത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഇതുപോലെയുള്ള ടെസ്റ്റിംഗ് കേസൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ അത് ഇട്ട് കളയും. ഉടമ്പടി എടുത്തതിനേക്കാൾ ഇപ്പോൾ മുമ്പ് എടുക്കുന്നതിന് മുമ്പ് ഇതിനേക്കാൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നത്, ഇപ്പം എടുത്തപ്പോൾ പിന്നെയും സമാധാനം പോയില്ല എന്ന് പറയും. അപ്പം അതുകൊണ്ട് ചില ആൾക്കാർ അടുത്ത് മങ്ങി അവർ പിന്നെ അത് സ്റ്റോപ്പാക്കി വരും. അപ്പം ഈ ചേട്ടത്തി അങ്ങനെയല്ല. ഈ ചേട്ടത്തി ഇങ്ങനെ മാതാവിനോട് പറയണത് ആ ബന്ധത്തിൻ്റെ പേരിൽ പറയണതാണ്. അങ്ങനെ പറയാനുള്ള ഒരു സ്വകാര്യമായ ബന്ധം ദൈവമായിട്ട് അവർക്കുണ്ട്. അതിൻ്റെ പേരിലുള്ള അവർ പറയണതാണ്, അല്ല നമ്മളെ നിരാശ കൊണ്ട് പറയണമല്ല. എന്നിട്ട് ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് അവരുടെ സാക്ഷ്യം, ഈ രജിസ് വർഗീസിൻ്റെ സാക്ഷ്യം, രാജീസ് വർഗീസിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആണ് നമ്മളുടെ ഒടുവിൽ നമുക്ക് ദൈവത്തിൻ്റെ നാമം നമ്മൾ വഹിക്കുന്ന ഒരു പദവിയിലേക്ക് ദൈവം നമ്മൾ ബ്രാൻഡ് ചെയ്യും. ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ട് വരും. ബ്രാൻഡഡ് ഫെയ്ത്ത്ഫുൾ. ഇവരിങ്ങനെ ഗവൺമെൻറ്റിൻ്റെ വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയിൽ ഇവർ നാട്ടിൽ നിന്ന് തൃശ്ശൂർ വരെ പോകും. തൃശ്ശൂരിൽ നിന്ന് പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പത്രം കൊണ്ട് പോകണതാണ്. ഒരിക്കലും ഒരു കെട്ട് പത്രം കൊടുത്ത് പ്രസിഡന്റ് കൊടുത്തിരുന്ന ആള് അപ്പോൾ ഇവർ കൊടുക്കുന്ന പത്രം ആൾക്കാർ വലിച്ചെറിഞ്ഞ് ദൂരക്കളയും. കാരണം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പത്രം കാണുമ്പോൾ, ചിലർക്ക് കരി കയറും. അവർ ബസ്സിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയും പത്രം. അപ്പോൾ ഉടനെ ഇവർ കണ്ടക്ടർ കൊണ്ട് മണി അടിപ്പിച്ചിട്ട് ബസ് നിർത്തിച്ചിട്ട് പോയി ആ പത്രം എടുത്തുകൊണ്ട് വരും. അപ്പം അതായത് ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു കേൾക്കുമ്പോൾ അവർക്ക് വിശ്വാസമില്ലെന്ന്. പക്ഷെ അത് ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹം കൊണ്ട് അവരങ്ങനെ പറയണതാണ്. പക്ഷെ ദൈവത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് അവർ ഒരു മാറ്റവും വരുത്തണില്ല. അങ്ങനെ വന്ന് തൃശ്ശൂർ വരെ ഓരോ വണ്ടിയിൽ ഇങ്ങനെ മാറി കയറുമ്പോൾ ഇപ്പം 10 കെട്ട് പത്രമാണ് ഇവർ കൊടുക്കണത് ആൾക്കാർക്ക്, പറഞ്ഞ് കൊടുക്കണത്. എന്നിട്ട് ഇവർ പറയണതിൻ്റെ കാര്യം വെച്ചാൽ അങ്ങനെ ഒരു ദിവസം ഇവർ ഇവിടെ ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇവർ ബ്രാൻഡഡായി. അത് ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ദൈവമാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യുകയും, അത് കർത്താവിനെ പോലും ടെസ്റ്റ് ചെയ്തില്ലേ. ഈ മനുഷ്യരൂപത്തിലായി കഴിഞ്ഞാലുള്ള പ്രശ്നം, അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്